നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മിസ് യൂണിവേഴ്സ് കേരള എഡിഷൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. ഇന്ന് മലനാട് ടി വിയിലൂടെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന തത്സമയ സംപ്രേഷണം സാധ്യമാക്കുവാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മദേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട രണ്ട് സ്ത്രീ രത്നങ്ങളാണ് ഇപ്പോൾ എന്നൊപ്പം ഉള്ളത്. ലേഖാറാണി, വൺ ഓഫ് ദ ഡയറക്ടർ ഓഫ് മദേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഡോക്ടർ പാർവതി ആണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം. എന്തായാലും മദേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർമാൻ ജി അനിൽകുമാർ നമ്മളോടൊപ്പം ഒത്തുചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് കേരളത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം. പണ്ട് ഈ രംഗത്തേക്ക് കുട്ടികൾക്ക് പലപ്പോഴും പുറം രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി ദീർഘദൂരം യാത്ര ചെയ്തും ഉയർന്ന ഫീസൊക്കെ നൽകിയൊക്കെ പഠിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ രക്ഷിതാക്കൾക്ക് ഒരു പേടി. ഇപ്പം ഇവിടെ മലയോര മേഖലയായ പത്തനംതിട്ട പോലും മദേഴ്സിൻ്റെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ കടന്നു വന്നു കഴിഞ്ഞു. ഇന്ന് ഓഗ്മെൻറ്റ് റിയാലിറ്റി ഇന്ന് പല ടെലിവിഷനും പറയുന്നുണ്ട്, സമർത്ഥമായിട്ട് VR XR ഒക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ പോലെ മദേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽസ് ഒരു മനുഷ്യ ശരീരത്തെ കീറിമുറിച്ച് കാണിക്കേണ്ടി വരുന്ന സാഹചര്യം പലപ്പോഴും ഡമ്മിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ട്. അപ്പോൾ ഇവിടെ അതല്ല, അവർക്ക് ഓഗ്മെൻറ്റ് റിയാലിറ്റിയിലൂടെ കുട്ടികൾക്ക് മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളറകളിലെ ആ വ്യത്യാസങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനുള്ള ക്ലാസ് റൂമുകൾ ഒരുക്കി തന്നതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ ഡോക്ടർ നമ്മളോട് അതിനെ റിവീൽ ചെയ്യും. എന്നാലും മദേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരള വിദ്യാഭ്യാസ നഭോമണ്ഡലത്തിൽ വരുത്തുന്ന ചില മാറ്റങ്ങളുണ്ട്. പ്രധാനമായിട്ടും വിദ്യാഭ്യാസം ഒരു കച്ചവടമാണെന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മലനാട് ജീവിയും പല സ്ഥാപനങ്ങൾക്ക് നേരെയും വിദ്യാഭ്യാസ ചൂഷണങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ മദേഴ്സിൻ്റെ ചെയർമാനായിട്ടുള്ള ജി അനിൽകുമാർ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കുറേ ആശയങ്ങളുണ്ട്. ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം ഏറ്റവും കുറഞ്ഞ ചെലവിലും അതല്ല ആ ഒരു വിദ്യാഭ്യാസം ഏൺ ചെയ്യുവാനായിട്ട് കുട്ടികൾക്ക് സാഹചര്യങ്ങളിൽ ഇല്ല. വിദ്യാഭ്യാസ മേഖലയിൽ ആ കുട്ടി ഏറ്റവും ഉന്നത നിലയിൽ മാർക്ക് നേടിയ കുട്ടിയാണ് എങ്കിൽ അതിനെ ഏറ്റെടുത്ത് ഒരു സ്കോളർഷിപ്പ് നൽകി സ്പോൺസേഴ്സ് ആയിട്ട് മദേഴ്സ് തന്നെ നിന്നുകൊണ്ട് പഠിപ്പിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ടാണ് മദേഴ്സിനെ ഈ മേഖലയിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തത്. എന്തായാലും ഇന്ന് മദേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പല മേഖല, എനിക്കൊന്നു വ്യോമയാന മേഖലയിൽ അടക്കം ഇനി വരാൻ പോകുന്നു, അതുപോലെ തന്നെ മീഡിയ കോളേജ് കടന്നു വരാൻ പോകുന്നു എന്നൊക്കെയാണ് അറിയാം. ഇപ്പം നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ മദേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്ഥാപനങ്ങളെക്കുറിച്ച് ഡോക്ടർ. നമുക്ക് 3 സ്ഥാപനങ്ങളാണ് വരുന്നത് മദേഴ്സിൻ്റെ, അതുകൊണ്ട് തന്നെയാണ് മദേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. നമുക്ക് വരുന്നത് സാർ പറഞ്ഞതുപോലെ തന്നെ മെഡിക്കൽ മേഖലയിൽ പാരാമെഡിക്കൽ ഏറ്റവും അനിവാര്യമായ ഒരു ഭാഗമാണ് മെഡിക്കൽ മേഖലയിൽ പാരാമെഡിക്കൽ എന്ന് പറയുന്നത്. പാരാമെഡിക്കൽ മേഖലയിൽ ഏറ്റവും സ്കോപ്പുള്ള കോഴ്സുകളാണ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഡിപ്ലോമ, ഡിഗ്രി ഇങ്ങനെ 2 മെത്തേഡിലാണ്. പിന്നെ സാർ പറഞ്ഞതുപോലെ നല്ല മാർക്കോടുകൂടി, നല്ല പെർസെൻറ്റേജ് മാർക്കോടുകൂടി ജയിക്കുന്ന ഒരു കുട്ടിക്ക് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്, അവളുടെ സിറ്റുവേഷൻ ആ കുട്ടിക്ക് പഠിക്കാൻ അനുവദിക്കുന്നില്ല എങ്കിൽ നമ്മളവരെ ഏറ്റെടുത്ത് പഠിപ്പിക്കും. കാരണം ഒരു കുട്ടിയെ പഠിപ്പിച്ച് ആ കുട്ടി വഴി ആ കുടുംബം രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പോളിസി എന്ന് പറയുന്നത്. അപ്പം പാരാമെഡിക്കലുണ്ട്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, കമ്പ്യൂട്ടേഷണൽ. മാനേജ്മെൻറ്റിൽ പറഞ്ഞതുപോലെ ഏവിയേഷൻ, അതേപോലെ എയർലൈൻ ട്രാവൽ ആൻഡ് ടൂറിസം, ഫാഷൻ ഡിസൈനിങ്, ഇതുമായിട്ട് ബന്ധപ്പെടുന്ന നമുക്കിതിനോടുള്ള ഏറ്റവും ഇൻട്രസ്റ്റിൻ്റെ മെയിൻ ഘടകം തന്നെ അതാണ്. ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ടോപ്പ് 10 ഇൻഡസ്ട്രിയൽ ലെവലിൽ വരുന്ന കോഴ്സുകളാണ്. കമ്പ്യൂട്ടേഷനിൽ വരുമ്പോഴത്തേക്ക് സൈബർ, അതുപോലെ AI, ബിഗ് ഡേറ്റ അനലിറ്റിക്സ്, ഇങ്ങനെ വരുന്ന ഏറ്റവും സ്കോപ്പുള്ള കമ്പ്യൂട്ടേഷണൽ കോഴ്സ്, ഏറ്റവും പ്രാധാന്യമുള്ള കോഴ്സുകൾ നമ്മുടെ മലയോര മേഖലകളിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ പത്തനംതിട്ടയെ സംബന്ധിച്ച് എൻ്റെ കൂടി നാടാണ്. അവിടെ മലയോര മേഖലയിലുള്ള കുട്ടികളൊക്കെ പണ്ട് വിദേശ രാജ്യങ്ങളിലും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി ഈ കോഴ്സുകളൊക്കെ അച്ചീവ് ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പം VR XR ആ ഒരു ക്ലാസ് റൂമിലേക്ക് കടന്നു വരുന്നു. കുട്ടികൾക്ക് ഡിജിറ്റലി ആഴത്തിൽ പഠിക്കുന്നതിന് അത് അനുഭവവേദ്യമാക്കിക്കൊണ്ട് അവർക്ക് അത്ഭുതത്തോടുകൂടിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം മലനാട് TV തന്നെയാണ് ലൈവ് ചെയ്തത്. അന്ന് ആ ഒരു VR എക്യുപ്മെൻറ്റ് വെച്ചിട്ട് കുട്ടികൾ കണ്ട കാഴ്ചകളൊക്കെ കുട്ടികളെ നിങ്ങൾ മെഡിക്കലായി പഠിച്ചാൽ നമുക്ക് റാങ്ക് മേടിക്കാമെന്നാണ് ഒരു കുട്ടി അവിടെ നിന്ന് പറഞ്ഞത്. അല്ലേ, നമുക്കിനി പഠനത്തിൻ്റെ കാര്യത്തിൽ ഒന്നിനെയും പിന്നോട്ട് വയ്ക്കേണ്ട കാര്യമില്ല. അത്രത്തോളം ഫെസിലിറ്റികൾ മദേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവന്ന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ VRലയുടെ ഏതൊക്കെ സെക്ടറിനെയാണ് VRലൊക്കെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്? അതായത് നമുക്കിപ്പം പത്തനംതിട്ടയെ സംബന്ധിച്ച് ആദ്യമായിട്ട് സ്മാർട്ട് ക്ലാസ് റൂം കൊണ്ടുവന്നത് നമ്മളുടെ മദേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയായിരുന്നു സ്മാർട്ട് ക്ലാസ് റൂം കൊണ്ടുവന്നത്. ഇപ്പം ഞാനൊരു ഡോക്ടറാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾക്കൊക്കെ ഇത്രയും ഫെസിലിറ്റീസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലായിരുന്നു. നമ്മളൊക്കെ വളരെയധികം ഡിഫിക്കൽറ്റിയാണ്. നമുക്ക് സ്മാർട്ട് ക്ലാസ് റൂമൊക്കെ എന്ന് പറയുന്നതൊക്കെ ഒരു സ്വപ്നം പോലെയുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പം സ്മാർട്ട് ക്ലാസ്സിനപ്പുറമായിട്ട് ഇപ്പം VR വെർച്വൽ റിയാലിറ്റി പ്രോഗ്രാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, ക്ലാസ് റൂംസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതാകുന്ന സമയത്ത് നമുക്ക് കുട്ടികൾക്ക് പഠനം
പഠനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, ഒരു കാര്യമുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വെർച്വൽ റിയാലിറ്റി പ്രോഗ്രാമിലൂടെ നമുക്ക് പറ്റും. അപ്പോൾ അതായത് അവർക്ക് വളരെ ഓരോ സിസ്റ്റംസ് ആണെങ്കിലും എന്തായാലും വളരെ ഡെപ്തായിട്ട് അവർക്ക് കണ്ടുപഠിക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടെ ഇൻ ഡെപ്തായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ക്ലാസ് റൂം ക്ലാസ്സസ് പോലെയല്ല ഈ വെർച്വൽ റിയാലിറ്റി പ്രോഗ്രാംസ് വരുന്നത്. അപ്പം ഇങ്ങനത്തുള്ള ക്ലാസ് റൂംസൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മദേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നുണ്ട്. കാരണം ഇതുപോലെയുള്ള മദേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത്രയധികം വളർന്നു വരാൻ വേണ്ടി അതിൻ്റെ പുറകിൽ ഒരു മനുഷ്യൻ്റെ, ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് ഒരു പേഴ്സണിൻ്റെ ഒരു വലിയൊരു എഫേർട്ട് അതിൻ്റെ പുറകിലുണ്ട്. ആ ഒരു എഫേർട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടം വരെ സാർ എത്തി നിൽക്കുന്നത്. അതിൽ ഞങ്ങൾ വളരെയധികം അഭിമാനിക്കുന്നു. ഇനിയും സാർ ഒരുപാട് മുന്നോട്ട് പോകട്ടെ. ഇതുപോലെ വെർച്വൽ റിയാലിറ്റി പ്രോഗ്രാംസിന് അപ്പുറമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സാറിന് കൊണ്ടുവരാൻ കഴിയുമെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും അനിൽകുമാർജിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അറിയാം, ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ലോകത്തിന് എണ്ണാൻ പഠിപ്പിച്ച രാജ്യമാണെന്നാണ് എന്നോട് പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ ഇന്ന് വരെ മാത്തമാറ്റിക്സിന് ഒരു മ്യൂസിയം, അതിൻ്റെ ശേഖരണം നമ്മുടെ രാജ്യത്തില്ല എന്ന് പറയുന്ന ഒരു അനിൽകുമാറാണ് ഞാൻ അന്ന് അദ്ദേഹത്തിൽ കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു വിശാലമായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി, അവിടെ ഒരു മാത്തമാറ്റിക്സ് മ്യൂസിയം, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ വന്ന് പഠിക്കുന്ന ഇന്ത്യയിലെ ഗുരുകുല വിദ്യാഭ്യാസ നയങ്ങൾ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കാഴ്ചപ്പാടാണ്. എന്നാൽ അത്തരം കാഴ്ചപ്പാടിലേക്ക് അദ്ദേഹത്തിന് ഓടിയെടുക്കുവാൻ വളരെ വേഗത്തിൽ സർവേശ്വരൻ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ആയുസ്സുമൊക്കെ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഇന്ന് ഇപ്പോൾ ഇവിടെ നടക്കുന്ന നമ്മുടെ ഈ പറയുന്ന മിസ് യൂണിവേഴ്സ്, അതിൻ്റെ 28 കണ്ടസ്റ്റൻസാണ് ഇന്നിവിടെ മാറ്റിവെക്കുന്നത്. അപ്പോൾ മലയാളത്തിൽ നിന്ന് അത്രയും പെൺകുട്ടികൾക്ക് ഇപ്പോൾ പല കണ്ടസ്റ്റൻസും നമുക്ക് മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. പല പേജൻറ്റും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും മിസ് യൂണിവേഴ്സ് പോലൊരു ബാനർ, അതിലേക്ക് എത്താൻ വേണ്ടി ഒരു സ്പേസ്, ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഒരുക്കി തരുന്നത് ഗ്ലാമാനന്ദും അതുപോലെ തന്നെ 3 സെക്കൻഡ്സ് ഗ്രൂപ്പും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് മേഡത്തിന് എന്താണ് പറയാനുള്ളത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, എനിക്ക് ഭയങ്കരമായൊരു അഭിമാനമുണ്ട് മദേഴ്സ് ഗ്രൂപ്പിന് ഈ ഒരു പ്രോഗ്രാമിൽ വന്ന് ഇത് ബ്രാൻഡ് ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത് വലിയൊരു സൗഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞിരുന്നു, ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നൊരു കോഴ്സ് നമ്മളിത് മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ്, ഈ മേഖലയിൽ എത്രത്തോളം സ്കോപ്പ് ഉണ്ടെന്നും ഒക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു കോഴ്സ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല, പഴയ കാലഘട്ടങ്ങളിൽ, അതായത് എൻ്റെയൊക്കെ കാലഘട്ടങ്ങളിലാണെങ്കിൽ ഇതൊക്കെ എന്ന് പറയുന്നത് വളരെ എന്താ പറയണ്ടേ, വളരെ റെയറായിട്ട് കാണുന്നൊരു കാര്യമാണ്. ഇന്ന് എല്ലാ പേരൻസ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നു എന്നുള്ളതാണ്. കുട്ടികളെ ഈ റാമ്പിലേക്ക് കയറാനും മോഡേൺ വസ്ത്രധാരികളായി ഇറക്കാനും ഒക്കെ പേരൻസ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായാലും നമുക്ക് സമയമായിട്ടുണ്ട്. വളരെയേറെ എല്ലാവരും ലോകം ഉറ്റുനോക്കുന്ന, ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2021 ഇന്ത്യയിലേക്ക് ആ കിരീടം കൊണ്ടുവന്ന ഗുജറാത്തുകാരിയെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്നിവിടെ നമുക്ക് പലപ്പോഴും പല കണ്ടസ്റ്റൻസും എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ തലയിൽ ആ കിരീടം ചൂടും, അത്ര കോൺഫിഡൻറ്റോടുകൂടിയാണ് പെൺകുട്ടികളോട് അന്ന് മാറ്റുരയ്ക്കാൻ പോകുന്നത്. 28 പേർ ഇന്നിവിടെ മാറ്റുരയ്ക്കുന്നു. അതിലൊരാൾ നാളെ ഈ പറഞ്ഞതുപോലെ തായ്ലൻഡിലേക്ക് പറക്കും. അവിടുത്തെ ആ സ്വപ്ന കിരീടം ചൂടുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിന് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. നമ്മുടെ മക്കളിൽ ഈ പോകുന്ന കുഞ്ഞുങ്ങളിൽ ഒരാൾ ആ കിരീടം അണിയട്ടെ, അതിനുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. തീർച്ചയായിട്ടും എന്തായാലും വളരെ സന്തോഷം. മലനാട് ടിവിക്കും അതിനൊരു പാർട്ടാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എന്തായാലും മദേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ശ്രീ അനിൽ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഇങ്ങനെ ഒരു പാർട്ട് ആകുന്നത്. അപ്പം പെട്ടെന്നൊരു വലിയ ഇന്ത്യയിലെ ഏതൊരു വലിയ ഈ രംഗത്ത് ഫാഷൻ മേഖല നിൽക്കുന്ന ഒരു കമ്പനിയോട് പറഞ്ഞാലും ബ്രാൻഡ് ചെയ്യേണ്ടതാണ്. പക്ഷെ അവിടെ ഒരു പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഹെഡ് പറയുന്നു, ഞാനുണ്ട് കൂടെ, ജയശേട്ടൻ അത് കളയണ്ട എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ. മദേഴ്സിലെ എല്ലാ മാനേജ്മെൻറ്റ് ആൻഡ് ടീച്ചേഴ്സ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, കുട്ടികൾ അടക്കമുള്ള എല്ലാവരോടും മദേഴ്സിനെ നെഞ്ചിലേറ്റുന്ന എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകുന്നു. എന്തായാലും അടുത്ത ഒരു വലിയ സ്റ്റെപ്പിലേക്ക് മദേഴ്സ് മുന്നേറാൻ ഇത് കാരണമാകട്ടെ, ഞങ്ങളുടെ ഈ ഒരു ഇടപെടൽ അല്ലേ കാരണമാകട്ടെ എന്ന്. സാർ, കാരണം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പല കാര്യങ്ങളും സാറിൻ്റെ പല ഇതുപോലുള്ള പ്രോഗ്രാംസും സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം താങ്കളുടെ ഈ ഒരു എഫേർട്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ കൊടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ്, അതിന് സാറിനെ വല്ലാതെ ഞാൻ എന്തായാലും വളരെ സന്തോഷം. ഒപ്പം ചേരാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, മദേഴ്സിൻ്റെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കാൻ കഴിഞ്ഞത്. അത് ഞങ്ങളുടെ ഒരു വലിയ സൗഭാഗ്യമായി കാണുന്നു. എന്തായാലും എല്ലാ മദേഴ്സ് കൂട്ടത്തിലുള്ള എല്ലാ കൂട്ടുകാർക്കും അല്ലേ ഒരു ബിഗ് ഹായ് നമ്മൾ നൽകുന്നു. എല്ലാവരും ഇത് യൂട്യൂബിലൂടെ കാണണം. എന്തായാലും നമുക്ക് ആ മാറ്റുരയ്ക്കുന്ന വലിയ സ്വപ്ന റാണികൾ, ആ സ്വപ്ന കിരീടത്തിലേക്ക് വരുന്ന താരറാണികൾ മാറ്റുരയ്ക്കുന്ന വലിയ സ്റ്റേജിലേക്ക് നമുക്ക് കടന്നു പോകാം. എ ഷോർട്ട് ബ്രേക്ക്.